പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട രാജ്യസഭാ മെമ്പർ ശ്രീ വി ശിവദാസൻ MP-യുടെ നേതൃത്വത്തിന് കീഴിൽ കണ്ണൂരിനെ ഇന്ത്യയിൽ എല്ലാ വാർഡുകളിലും ലൈബ്രറിയുള്ള ആദ്യത്തെ ജില്ലയാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞ 3-4 വർഷക്കാലമായി നടന്നു വരികയാണ്. ഇതിനകം കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 81 തദ്ദേശ സ്ഥാപനങ്ങളിൽ, അതായത് 71 ഗ്രാമപഞ്ചായത്തുകളും 10 നഗര തദ്ദേശ സ്ഥാപനങ്ങളിലുമായി 37 തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ ലൈബ്രറി തദ്ദേശ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയുണ്ടായി. 100 വസന്തം എന്ന ക്യാമ്പയിനിലൂടെ 2 വർഷങ്ങൾക്ക് മുമ്പ് 100 ലൈബ്രറികൾ ആരംഭിച്ചുകൊണ്ടായിരുന്നു എല്ലാ വാർഡുകളിലും ലൈബ്രറി എന്ന ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം 2023 ഓണക്കാലത്ത് ചിങ്ങപ്പൊലി എന്ന രീതിയിൽ അതിൻ്റെ 2ാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ 100 വസന്തവും ചിങ്ങപ്പൊലി എന്ന 2 ഘട്ടങ്ങളിലായി നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ 37 തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ ലൈബ്രറികൾ, എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച തദ്ദേശ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. ഈ ക്യാമ്പയിൻ്റെ 3ാമത്തെ ഘട്ടമാണ് ഏപ്രിൽ 7 മുതൽ 17 വരെയുള്ള തീയതികളിൽ വിഷുക്കണി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിൽ ആകെ 1545 വാർഡുകളാണുള്ളത്. ഇനി 278 വാർഡുകളിലാണ് ജില്ലയിൽ ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത്. ആ 278 വാർഡുകളിലും സമയബന്ധിതമായി ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് മിഷൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഈ ഏപ്രിൽ 7 മുതൽ 17 വരെ ഉള്ള ഈ വിഷുക്കണി എന്ന ഈ 3ാം ഘട്ട ക്യാമ്പയിനിൽ ജില്ലയിലെ 17 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ ലക്ഷ്യം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മിഷനുണ്ട്. കണ്ണൂരിൻ്റെ മലയോര മേഖലയിലും തീരദേശ പ്രദേശങ്ങളിലുമാണ് ലൈബ്രറികളുടെ വ്യാപനം ഇപ്പോൾ താരതമ്യേന പിന്നോക്കം നിൽക്കുന്നത്. അത്തരത്തിലുള്ള കണ്ണൂരിൻ്റെ അതിവിദൂര പ്രദേശങ്ങളായ മലയോര പ്രദേശങ്ങളിലും അതോടൊപ്പം തീരപ്രദേശങ്ങളിലും ഗ്രന്ഥാലയങ്ങൾ സമ്പന്നമാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം ഈ മിഷനുണ്ട്. ലൈബ്രറികൾ സ്ഥാപിക്കുക എന്നത് മാത്രമല്ല, പുതിയ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പൊതു ഇടങ്ങൾ മനുഷ്യരെല്ലാം എല്ലാ വേർതിരിവുകളും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ എന്നൊരൊറ്റ വികാരത്തിൻ്റെ കീഴിൽ അണിനിരക്കുന്ന പൊതു ഇടങ്ങൾ സമ്പന്നമാക്കുക എന്ന ഒരു വലിയ സാമൂഹ്യ ലക്ഷ്യം കൂടി മുൻനിർത്തിയിട്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 7-ാം തീയതി വിഷുക്കണിയുടെ ജില്ലാതല ഉദ്ഘാടനം കൂടാളി ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ടാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 7 മുതൽ 17 വരെ നടക്കുന്ന ഈ ക്യാമ്പയിനിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ള പ്രഗത്ഭർ ഈ വിഷുക്കണിയുടെ ഭാഗമായി കണ്ണൂരിൽ വരികയും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുകയും ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള MP ശ്രീമതി കനിമൊഴി, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N. റാം, ജസ്റ്റിസ് ചന്ദ്രു, രമേശ് നാരായണൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, മാധ്യമ രംഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കേരളത്തിലെ മന്ത്രിമാർ, കേരളത്തിലെ MP-മാർ, കേരളത്തിലെ MLA-മാർ, അങ്ങനെ എല്ലാ വിഭാഗം മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വിപുലമായ പ്രവർത്തനമാണ് വിഷുക്കണിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം
കൂടാളിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടെ പങ്കുവെക്കും. പീപ്പിൾസ് മിഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടി നമ്മുടെ കൂടാളി ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷക്കാലമായി നമ്മൾ ഇതിൻ്റെ കൂടാളി ഗ്രാമപഞ്ചായത്ത് 18 വാർഡുകളാണ് ഉള്ളത്. ആ 18 വാർഡുകളിൽ നിലവിലിപ്പോൾ 20 വായനശാലകൾ അഫിലിയേറ്റ് ചെയ്ത വായനശാലകളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ 3 വായനശാലകൾ കൂടി അഫിലിയേഷന് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ എടുത്തു പറയേണ്ടതാണ്. ബഹുമാനായിട്ടുള്ള ശിവദാസൻ MP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സമ്പൂർണ്ണ വായനശാലകൾ ഉണ്ടാക്കുക, അതോടുകൂടി കണ്ണൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വായനശാലകൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം നമ്മൾ കൈവരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും ഒരു പ്രധാന പ്രവർത്തനമായി കണ്ണൂർ ജില്ലയിലെ ഈ ഒരു പ്രവർത്തനം അത് ചരിത്രത്തിൻ്റെ ഭാഗമാകും. അതോടൊപ്പം കൂടാളിയും അതിലൊരു ചരിത്രത്തിൽ ഇടം തേടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളത് വിപുലമായിട്ടുള്ളൊരു സംഘാടക സമിതി വിളിച്ചു ചേർക്കുകയും 100-200 പേർ ചേർന്ന ആ സംഘാടക സമിതിയിൽ അതിൻ്റെ കൺവീനറെയും ചെയർമാനെയും അതിൻ്റെ മറ്റ് സബ് കമ്മിറ്റികളെയും രൂപീകരിക്കുകയും വിഷുക്കണി എന്ന പരിപാടി ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി 3 മണിക്ക് കുട്ടികളുടെ കാവ്യസന്ധ്യ 2 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് കാവ്യസന്ധ്യയെ കാണുന്നത്. അതിനുള്ള രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് തന്നെ കാവ്യസന്ധ്യ ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 3 മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. അതിൻ്റെ ചടങ്ങിൽ പ്രധാനമായിട്ടും ബഹുമാനായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ MP ആയിട്ടുള്ള കനിമൊഴി, അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള ശിവദാസൻ MP പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി, അതോടൊപ്പം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ യതീഷ് ചന്ദ്ര IPS, നമ്മുടെ MLA ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തുടർന്ന് വലിയൊരു ഘോഷയാത്ര, അതായത് നമ്മുടെ എല്ലാ വായനശാലകളിൽ നിന്നും വരുന്ന ആളുകൾ അത് അവരുടെ ബാനറിൽ അണിനിരന്നുകൊണ്ട് വലിയൊരു വിളംബര ഘോഷയാത്രയും അതോടൊപ്പം ചെണ്ടമേളം, മുത്തക്കൊട ഉൾപ്പെടെയുള്ള വലിയൊരു ഘോഷയാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ അലോഷി ആദംത്തിൻ്റെ ഒരു ഗാനമേള കൂടി ഈ ഒരു പരിപാടിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടാളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും അഭിമാനവുമാണ്. നമ്മുടെ എല്ലാ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിനേക്കാളും ഇരട്ടിയായി വായനശാലകൾ ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു ഇടങ്ങൾക്കുള്ള പ്രാധാന്യം പുതിയ തലമുറക്ക് ഇന്നിപ്പം നമ്മൾ നേരിടുന്ന ഒരു വലിയ വിപത്തിനെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. തീർച്ചയായിട്ടും വിഷുക്കണി എന്ന പരിപാടി 7 മുതൽ 17 വരെ നടക്കുമ്പോൾ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ജില്ലാതല ഉദ്ഘാടനവും കൂടാളി ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനവും കൂടി നമ്മൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും അതോടൊപ്പം പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.